ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 141 ഭാഗത്തിൽ തൂവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മോഹൻലാൽ, സുമലത, പാർവതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1987 ജൂലൈ 31 ഗാന്ധിമതി ഫിലിംസ് പ്രദർശനത്തിനെത്തിച്ച മലയാള ചലച്ചിത്രമാണ് തൂവാനത്തുമ്പികൾ. കഥാ, തിരക്കഥാ, സംഭാഷണം പി പത്മരാജൻ്റേതാണ്. സംവിധാനം ചെയ്തിരിക്കുന്നതും പി പത്മരാജൻ തന്നെയാണ്. പത്മരാജൻ്റെ തന്നെ ഉദകപ്പോള എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഉദകപ്പോള ചലച്ചിത്രത്തെ അപേക്ഷിച്ച് കുറെ കൂടി ഇരുണ്ടതാണ് എന്ന് പറയാം. ഉദകപ്പോളയിൽ അവതരിപ്പിക്കുന്ന 2 വ്യത്യസ്ത കഥാപാത്രങ്ങളെ ജയകൃഷ്ണൻ എന്ന ഒറ്റ കഥാപാത്രമായി ചലച്ചിത്രത്തിൽ പത്മരാജൻ സമന്വയിപ്പിക്കുന്നു. നാട്ടിൻ പുറത്തുകാരൻ്റെയും പട്ടണത്തിലെ ജീവിതം ആസ്വദിക്കുന്ന യുവാവിൻ്റെയും ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിലെ തിരക്കഥ, സംവിധാനം, മോഹൻലാലിൻ്റെ അഭിനയം എന്നിവ വളരെയേറെ പ്രശംസ പിടിച്ചുപറ്റി. മലയാള ചലച്ചിത്രത്തിലെ അതുവരെ ഉണ്ടായ കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു ജയകൃഷ്ണൻ എന്ന കഥാപാത്രം. കരിക്കകത്ത് ഉണ്ണിമേനോൻ എന്ന തൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രത്തിൻ്റെ കഥ അദ്ദേഹം രചിച്ചത്. ചിത്രത്തിനായി ക്ലാര എന്ന കഥാപാത്രത്തെ ഉണ്ണിമേനോൻ്റെ ജീവിതത്തിൽ പത്മരാജൻ കൂട്ടിച്ചേർത്തു. പ്രണയം വിഷയമാക്കി മലയാള സിനിമ കണ്ട ഏറ്റവും മനോഹരമായ സിനിമയാണ് തൂവാനത്തുമ്പികൾ. അതുകൊണ്ട് തന്നെ ആ സിനിമയോടും ക്ലാരയോടും ജയകൃഷ്ണനോടും രാധയോടും മലയാളിക്ക് എന്നും പ്രണയമാണ്. പ്രണയവും മഴയും ഇഴചേരുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാവുക എന്ന് പത്മരാജൻ തൂവാനത്തുമ്പികൾ എന്ന ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്തു. ആ വികാരത്തെ അതേ തീവ്രതയോടെ ജോൺസൺ പശ്ചാത്തല സംഗീതത്തിലൂടെ മാസ്മരികമാക്കി. മോഹൻലാൽ എന്ന നടൻ അഭ്രപാളികളിലൂടെ അതിൻ്റെ തീവ്രത ഇരട്ടിയാക്കി കാട്ടിക്കൊടുത്തു. ആദ്യം കണ്ട അതേ പുതുമയോടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രമായി തൂവാനത്തുമ്പികളെ ഇന്നും കാണാൻ സാധിക്കുന്നു എന്നത് തന്നെ ചിത്രത്തിൻ്റെ പൂർണ്ണത കാണിക്കുന്നു. തൃശ്ശൂരും പരിസര പ്രദേശങ്ങളുമാണ് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ. മണ്ണാർതൊടി എന്ന വീട്ടുപേര് പോലും പ്രേക്ഷകർക്ക് പുതുമ നൽകുന്ന ഒന്നായിരുന്നു. വടക്കുംനാഥ ക്ഷേത്രം, കേരളവർമ്മ കോളേജ്, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളും ആയി ചിത്രീകരിച്ച തൂവാനത്തുമ്പികളാണ് തിയേറ്ററുകളിൽ അന്ന് വൻ വിജയമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഇത്രയും മനോഹരമായി ചിത്രീകരിച്ച ആ ചിത്രത്തിന് ഒരു അവാർഡ് പോലും നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നതും അത്ഭുതകരമാണ്. കാലത്തിന് മുൻപേ റിലീസായ ഒരു ചിത്രമായിരുന്നു തൂവാനത്തുമ്പികൾ. അതുകൊണ്ട് തന്നെ അതിനുശേഷം വന്നവരാണ് ചിത്രത്തെ ഇത്രയേറെ മനോഹരമാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്ലാസിക് ചിത്രം എന്ന നിലയിൽ ചിത്രം എന്നും മുന്നിൽ നിൽക്കുന്നു. പത്മരാജൻ്റെ ആവിഷ്കാരം മാത്രമല്ല ചിത്രത്തെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തുന്നത്. ഓരോ തവണ കാണുമ്പോഴും ചിത്രത്തിന് ഒരു പുതുമ കണ്ടെത്താൻ കഴിയുന്നതായി തോന്നാറുണ്ട്. തൂവാനത്തുമ്പികളെ ക്ലാര ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. അവളെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. നല്ലൊരു പ്രണയിനി ആയോ ഫെമിനിസ്റ്റായോ ജയകൃഷ്ണനെ പൂർണ്ണ മനസ്സോടെ വിട്ടുകൊടുത്ത ത്യാഗമനസ്സിൻ്റെ ഉടമയായോ നമുക്ക് ക്ലാരയെ അവരവരുടെ യുക്തിക്കനുസരിച്ച് കാണാം. സൗന്ദര്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നിറകുടമാണ് അവൾ. സ്വന്തമാക്കലല്ല, വിട്ടുകൊടുക്കലാണ് പ്രണയം എന്ന് തിരിച്ചറിയാൻ സാധിച്ചത് ഒരു പക്ഷേ ക്ലാരയിലൂടെയാവണം. പ്രണയത്തെ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരാൾക്കായി വിട്ടുകൊടുത്ത് തൻ്റെ ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ക്ലാര അകന്നു പോയെങ്കിലും പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും ക്ലാര ജയകൃഷ്ണനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നു. ഓരോ മഴയുടെ നനവിലും ക്ലാരയെ കാണാൻ സാധിക്കുന്നു എന്നതാണ് ക്ലാരയുടെ വിജയം. ജയകൃഷ്ണനെ അങ്ങേയറ്റം സ്നേഹിക്കുമ്പോഴും കടലോര ഗ്രാമത്തിൽ ജനിച്ച താൻ ആട്ടുത്തം നിറഞ്ഞു നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ ജീവിതത്തിന് ചേർന്നവളല്ല എന്ന തിരിച്ചറിവിൽ മാറിപ്പോകുന്ന ക്ലാരയെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ. രാധ എന്ന പെൺകുട്ടി തന്നെ തിരസ്കരിച്ചതിൽ നിന്നും ഉടലെടുത്ത ബന്ധമാണ് ജയകൃഷ്ണന് ക്ലാരയോട് ആദ്യം ഉണ്ടായത് എങ്കിലും താൻ കാരണം വെർജിനിറ്റി നഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിക്കാനും തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും ജയകൃഷ്ണനെ പ്രേരിപ്പിച്ചത് ജയകൃഷ്ണൻ്റെ മനസ്സിലെ നന്മ മാത്രമല്ല, ക്ലാരയോടുള്ള
ജയകൃഷ്ണൻ്റെ ഒടുങ്ങാത്ത പ്രണയം കൂടിയായിരുന്നു എന്ന് അതും ക്ലാര തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും ഒരു ദുഃഖമോ നിരാശയോ പ്രകടിപ്പിക്കാതെ, ജയകൃഷ്ണനെ ഒട്ടും നോവിക്കാതെ ജയകൃഷ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ക്ലാര അകന്നു പോവുകയും ജയകൃഷ്ണനെ രാധയിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. എങ്കിലും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിന്നും അകന്നു പോകാൻ ക്ലാരയ്ക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. ജയകൃഷ്ണനെ രാധയോടൊപ്പം കാണുന്നതിനേക്കാൾ പ്രേക്ഷകർ അന്നും ഇന്നും ആഗ്രഹിക്കുന്നത് ക്ലാരയോടൊപ്പം കാണാൻ തന്നെയാണ്. ചിത്രത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ അഭ്രപാളികളിൽ പകർത്തിയത് അജയൻ വിൻസെൻറ്റും ജയാനൻ വിൻസെൻറ്റും ആണ്. എഡിറ്റിംഗ് ബി ലെനിൻ നിർവഹിച്ചിരിക്കുന്നു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ വരികൾ ജോൺസൺ സംഗീതം നൽകി 2 ഗാനങ്ങൾ ഉടലെടുത്തു. അത് ആലപിച്ചിരിക്കുന്നത് യേശുദാസ്, എം ജി ശ്രീകുമാർ, ജി വേണുഗോപാൽ എന്നിവരാണ്. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേൾപ്പു നെഞ്ചിൽ പുതിയൊരു താളം എന്ന ഗാനവും, ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ നിൻ്റെ മുന്നിൽ വടക്കും നാഥൻ്റെ മുന്നിൽ എന്ന ഗാനവും ഈ ചിത്രത്തിലേതാണ്. ഗാനങ്ങൾ അന്ന് വൻ ഹിറ്റുകളായിരുന്നു. ഇന്നും അത് ഹിറ്റുകളായി തന്നെ നിലനിൽക്കുന്നു എന്നതും ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.